വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ലക്ഷ്യത്തെ ഭേദിക്കാനാകുന്ന ഇസ്രയേൽ സാങ്കേതിക വിദ്യയോടുകൂടിയ റോക്സ് എന്ന ക്വാസി ബാലിസ്റ്റിക് മിസൈൽ തദ്ദേശീയമായി നിർമ്മിക്കാനൊരുങ്ങി ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തിന്റെ വ്യോമാതിർത്തികൾ കടക്കാതെ തന്നെ ശത്രുവിന്റെ എത്ര ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാനും കൃത്യമായ ആക്രമണം നടത്താനും കഴിയുന്ന പുതിയ തലമുറ മിസൈലായ റോക്സ് വികസിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ. ആധുനിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ പുതു ആയുധ സംവിധാനം വികസിപ്പിക്കുന്നതിലേക്ക് രാജ്യം കടന്നിരിക്കുന്നത്. ഇസ്രയേൽ വികസിപ്പിച്ച ക്രിസ്റ്റൽ മെസേജ് 2 അഥവാ റോക്സ് എന്ന എയർ ലോഞ്ച്ഡ് ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കാനൊരുങ്ങുന്നത്. റോക്സ് ഒരു സാധാരണ മിസൈലല്ല, അത് സ്റ്റാൻഡ് ഓഫ് വെപ്പൺ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആയുധമാണ്. അതായത് യുദ്ധവിമാനം ശത്രുവിന്റെ വ്യോമ പ്രതിരോധ പരിധിക്കുള്ളിലേക്ക് കടക്കാതെ തന്നെ വിദൂര സ്ഥലങ്ങളിലിരുന്ന് ആക്രമണം നടത്താൻ ഈ സംവിധാനം പ്രയോജനപ്പെടുത്താനാകും. ഏകദേശം 250 മുതൽ 300 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ കഴിയുന്ന ഈ മിസൈൽ പ്രധാനമായും സുഖോയ് 30 MKE പോലുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതുവഴി പൈലറ്റിന്റെ സുരക്ഷ ഉറപ്പാക്കപ്പെടുകയും ആക്രമണശേഷി ഒരേ സമയം വർദ്ധിക്കുകയും ചെയ്യുന്നു. 2024 ഏപ്രിലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന് സമീപത്ത് നടത്തിയ പരീക്ഷണ വിക്ഷേപണത്തിൽ റോക്സ് മിസൈൽ അതിന്റെ കാര്യക്ഷമത തെളിയിക്കുകയുണ്ടായി. ഈ വിക്ഷേപണത്തിനായി Su-30 MKE യുദ്ധവിമാനമാണ് ഇന്ത്യ പ്രയോജനപ്പെടുത്തിയത്. പരീക്ഷണ വേളയിൽ ഏകദേശം 250 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെ കൃത്യമായി തകർക്കാൻ ഈ മിസൈലിനായി. അങ്ങനെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ സംവിധാനത്തിന്റെ നിർമ്മാണത്തിനായുള്ള ആത്മവിശ്വാസം വർദ്ധിച്ചു. പരീക്ഷണം വിജയകരമായതോടെ ഈ മിസൈൽ എത്രയും വേഗം സേനയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ ശക്തമായിരിക്കുകയാണ്. റോക്സ് മിസൈലിന്റെ ഏറ്റവും പ്രധാന സവിശേഷത അതിന്റെ ക്വാസി ബാലിസ്റ്റിക് സ്വഭാവം തന്നെയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു നിശ്ചിത പാത പിന്തുടരുമ്പോൾ റോക്സ് മിസൈലിന് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള വഴിക്കിടെ ട്രാജക്ടറി മാറ്റാൻ കഴിയും. ഉയരത്തിൽ കയറി പിന്നീട് അതിവേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് പതിക്കുന്ന ഈ രീതി ശത്രുവിന്റെ റഡാറുകൾക്കും എയർ ഡിഫൻസ് സംവിധാനങ്ങൾക്കും ഇതിനെ കൃത്യമായി പിടികൂടുക എന്നത് ബുദ്ധിമുട്ടാക്കുന്നു. അതിനാൽ തന്നെ ആധുനിക പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടക്കാൻ ഈ മിസൈലിനാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. റോക്സ് മിസൈലിനുള്ളിലെ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ അത്യന്തം നൂതനമാണ്. GPS, INS എന്നിവയ്ക്കൊപ്പം ഇലക്ട്രോ ഒപ്റ്റിക്കൽ സീക്കർ, സീൻ മാച്ചിംഗ് ടെക്നോളജി എന്നിവ ഉപയോഗിക്കുന്നതിനാൽ GPS ജാം ചെയ്താലും ലക്ഷ്യത്തെ കൃത്യമായി കണ്ടെത്താൻ ഇതിനാകും. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും കാര്യക്ഷമതയുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇതിനാവും. യുദ്ധഭൂമിയിലെ ഏത് കടുത്ത സാഹചര്യങ്ങളിലും റോക്സ് വിശ്വസനീയ ആയുധമാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിശദീകരിക്കുന്നത്. റോക്സ് പ്രധാനമായും ഹൈ വാല്യൂ ടാർഗറ്റ്സ് നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. ഭൂഗർഭ ബങ്കറുകൾ, ശക്തമായ സംരക്ഷണ വലയത്തിലുള്ള സൈനിക കേന്ദ്രങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, എയർബേസുകൾ എന്നിവ ഇതുപയോഗിച്ച് ഉന്നം വെക്കാനാകും. ഏകദേശം 500 കിലോ വരെ വാർഹെഡ് വഹിക്കാൻ കഴിയുന്ന ഈ മിസൈൽ പെനട്രേഷൻ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫ്രാഗ്മെന്റേഷൻ രീതികളിലൂടെ ലക്ഷ്യത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിവുള്ളതാണ്. ഈ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് റോക്സ് മിസൈൽ ഏത് വ്യോമ പ്രതിരോധത്തെയും തകർക്കാൻ കഴിയുന്ന ആയുധമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. സൂപ്പർസോണിക് വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് പതിക്കുന്നതും വഴിമധ്യേ പാത മാറ്റാനുള്ള ഇതിന്റെ കഴിവും ശക്തമായ ഗൈഡൻസ് സംവിധാനവുമൊക്കെയാണ് ഈ മിസൈലിനെ ശ്രദ്ധേയമാക്കുന്നത്. ഇന്ത്യയിൽ റോക്സ് മിസൈൽ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പരിശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അഥവാ TOT അടിസ്ഥാനത്തിൽ ഇസ്രയേലിൽ നിന്ന് സാങ്കേതിക വിദ്യ കൈവശപ്പെടുത്തി ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് ഈ മിസൈലിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. ഏകദേശം 200 മിസൈലുകൾ ഇത്തരത്തിൽ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നിങ്ങനെയുള്ള രാജ്യത്തിന്റെ സ്വയം പര്യാപ്ത ലക്ഷ്യങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു നീക്കമായാണ് റോക്സ് എയർ ലോഞ്ച്ഡ് ക്വാസി ബാലിസ്റ്റിക് മിസൈലിന്റെ നിർമ്മാണം കണക്കാക്കപ്പെടുന്നത്. റോക്സ് മിസൈലിന്റെ വരവോടെ ഇന്ത്യയുടെ ലോങ് റേഞ്ച് പ്രിസിഷൻ സ്ട്രൈക്ക് കേപ്പബിലിറ്റി വൻതോതിൽ ഉയരും. ശത്രുരാജ്യത്തിന്റെ ഉൾമേഖലയിലുള്ള പ്രദേശങ്ങളെയും പ്രധാന സൈനിക കേന്ദ്രങ്ങളെയും പോലും മറിഞ്ഞിരുന്ന് കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്നതിലൂടെ യുദ്ധവേളകളിൽ ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ മുൻതൂക്കം ലഭിക്കാൻ ഈ മിസൈൽ വലിയ സഹായമായി തീരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
വാർത്തയുടെ നിറം തേടി തനിനിറം.